ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കളർ ഫുൾ ഗ്രീനാണ്. അപ്പോൾ ഈ ഗ്രീൻ കളർ കാണുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം ഇതൊരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ ഒരു ലൈക്കും കൂടി. ഇതുണ്ടാക്കാനായിട്ട് പാലക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പാലക്കിന് പകരമായിട്ട് ചീര ഉപയോഗിക്കാവുന്നതാണ്. പച്ച ചീരയോ ചുമന്ന കളറിലുള്ള ചീരയോ ഉപയോഗിക്കാം. ഇതിൻ്റെ ഇല മാത്രമാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കി ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇലവർഗ്ഗങ്ങളൊക്കെ കഴുകുമ്പോൾ ഒന്നൊന്നായിട്ട് നോക്കി വേണം എടുത്ത് കഴുകാൻ. അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൊക്കെ മടങ്ങിയിരിക്കുന്ന ഭാഗത്തൊക്കെ വല്ല പുഴുവോ വലയോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊരു 300 ഗ്രാം ഇലയുണ്ടാകും. ഇതിൽ 1/4 കപ്പ് അരിപ്പൊടിയും 1 കപ്പ് ബേസൻ അല്ലെങ്കിൽ കടലമാവ് ചേർക്കാം. മുഴുവൻ കടലമാവ് ചേർത്താലും നല്ലത് തന്നെയാണ്. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 2 ടീസ്പൂൺ എള്ളും ചേർക്കാം. 1/4 ടീസ്പൂൺ അയമോദകം അല്ലെങ്കിൽ ഓമം എന്ന് പറയുന്നത്. ഇനി ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ചേർക്കാം. 1/2 കപ്പ് തൈര് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ പാലക് ചീരയിൽ ധാരാളം ജലാംശം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായി മിക്സ് ചെയ്യുമ്പോൾ ഇതിൽ നിന്നുള്ള ജലാംശം ഇറങ്ങി ബാറ്ററിന് ആവശ്യമായിട്ടുള്ള വെള്ളം അതിൽ നിന്ന് കിട്ടും. ചീര ഇലയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അല്പം വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. നിത്യേനയുള്ള ഭക്ഷണത്തിൽ നമ്മൾ ഇല ഉപയോഗിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും കറിയായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന തട്ടാണ്. ഇതിലൊരല്പം എണ്ണ തേക്കാം, ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. ഇനി ഇതിലൊരു സാധനം കൂടി ചേർക്കണം. ഈനോ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ചേർക്കാം. 1/2 ടീസ്പൂൺ. ഒരല്പം വെള്ളമൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ ആണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർക്കാം. ബേക്കിംഗ് സോഡയാണെങ്കിൽ 1 നുള്ള് ചേർത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉടനെ തന്നെ നമുക്കിത് സ്റ്റീം ചെയ്യാനായിട്ട് വയ്ക്കണം. ഇതുപോലത്തെ പാത്രം തന്നെ വേണമെന്നില്ല. സാധാരണ സ്റ്റീൽ തട്ടത്തിലോ അല്ലെങ്കിൽ കേക്കൊക്കെ ഉണ്ടാക്കുന്ന കേക്ക് ടിന്നിലോ ഒക്കെ ഒഴിച്ച് ഇതുപോലെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഒരല്പം ചില്ലി ഫ്ലേക്സ് മേളിലിങ്ങനെ തൂവി കൊടുക്കാം. ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ട് വയ്ക്കാം. നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലിനി 15 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ. ആ സമയത്ത് ഇതിനൊരു ചട്നി കൂടി ഉണ്ടാക്കണമല്ലോ. 1 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു ചട്നിയാണ്. വളരെ സിമ്പിളാണ്. മല്ലിയിലയും 1 ടൊമാറ്റോയും 2-3 ചെറിയ ഉള്ളി, 1 കഷ്ണം വെളുത്തുള്ളി, എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, പിന്നെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയാണ് ഒരല്പം തേങ്ങ കൂടി ഞാൻ ചേർക്കുന്നത്. തേങ്ങ ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. തേങ്ങയ്ക്ക് പകരമായിട്ട് ഇനി വറുത്ത കപ്പലണ്ടിയോ അല്ലെങ്കിൽ പട്ടാണി കടലയുണ്ടല്ലോ, അത് വേണമെങ്കിലും ചേർക്കാം. ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ചേർക്കാം. ഇനി ഇതൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം വേണം അല്പം വെള്ളം ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാൻ. ഇപ്പോൾ നല്ല ഗ്രീൻ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. ഇതൊന്ന് തുറന്ന് നോക്കാം. ഇത് ഒരു കത്തി ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കാം. കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനി എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തണുക്കട്ടെ. ഇത് തണുത്താലേ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഇതിൽ അടിയിൽ ചിലപ്പോൾ പിടിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതുപോലെ നമ്മുടെ ഇഷ്ടമുള്ള പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് 2 മുതിർന്ന ആളിന് വയറ് നിറയെ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. കുറച്ച് കൂടുതൽ ബാറ്റർ എടുത്ത് വലിയൊരു പാത്രത്തിലാക്കി ഇതുപോലെ സ്റ്റീം ചെയ്തെടുത്താൽ ഒരു ഫാമിലിക്ക് മൊത്തം കഴിക്കാനുള്ളത് ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ റെഡിയാക്കിയെടുക്കാം. ഇനി ഇത് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിൽ കുറച്ച് മേമ്പൊടിക്കായിട്ട് കടുക് പൊട്ടിച്ച് ചേർക്കുകയാണ്. ഇതാദ്യം ഒന്ന് ഇളക്കിയെടുത്തിട്ട് നോക്കാം എത്രയുണ്ടെന്നുള്ളത്. ഈ പ്ലേറ്റിൻ്റെ അടിയിൽ വാഴയിലയോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ നനഞ്ഞ തുണിയോ ഇട്ടിട്ട് മാവ് അതിൽ ഒഴിച്ച് സ്റ്റീം ചെയ്തിരുന്നാൽ ഇങ്ങനെ ഇളക്കിയെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇനി ഇതിൽ കടുക് പൊട്ടിച്ച് ചേർക്കാനായിട്ട് പാൻ ചൂടാക്കി ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുക് ചേർക്കാം, വറ്റൽമുളക് ചേർക്കാം, അതുപോലെ എള്ളുണ്ടെങ്കിൽ ചേർക്കാം, ഉഴുന്ന് ചേർക്കാം, അണ്ടിപ്പരിപ്പോ കിസ്മിസോ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെയോടൊപ്പം ചേർക്കാം. ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അതിൽ കുറച്ച് നട്ട്സൊക്കെ ഇതുപോലെ ചേർത്താൽ വളരെ ടേസ്റ്റി ആയിരിക്കും.
എള്ളൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഈ കട്ടകൾ ചേർക്കാം. ഇത് ശരിക്കും ഇതിൻ്റെ പേര് ഢോക്ല എന്നാണ്. ഗുജറാത്തിലൊക്കെ വളരെ ഫേമസ് ആണ് ഈ ഢോക്ല. അവർ പല സാധനങ്ങൾ കൊണ്ടും ഢോക്ല ഉണ്ടാക്കും. ഒരല്പം തേങ്ങ കൂടി ചേർത്താലോ. ഇതിപ്പോൾ പാലക് ഢോക്ല അല്ലെങ്കിൽ സ്പിനച്ച് ഢോക്ല. അപ്പോൾ ഇതുണ്ടാക്കാൻ എത്ര എളുപ്പമാണെന്ന് കണ്ടില്ലേ. വൈകുന്നേരം ചായയോടൊപ്പം കഴിക്കാനൊക്കെ സൂപ്പറാണ്. അതുപോലെ എല്ലാവർക്കും, കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തയക്കാനും മുതിർന്നവർക്കും ഒക്കെ ഇത് വളരെയധികം ഇഷ്ടപ്പെടും. ചട്നിയുടെ പോലും ആവശ്യമില്ല. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.